തൃശ്ശൂർ ഗായകനായ ഒരു നടനുണ്ടായിരുന്നു. സിനിമയിൽ വന്നപ്പോൾ പക്കാ വില്ലനാണ്. വില്ലെന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഒന്നൊന്നര വില്ലനാണ്. ആ ആൾ ജനിച്ചത് ജോഗി സന്തോഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ജനിച്ചത് തൃശ്ശൂർ 1975 ആണ് അദ്ദേഹം ജനിച്ചത്. ജൂൺ 25-ാം തീയതി ഒല്ലൂക്കര എന്നൊരു ഗ്രാമത്തിലാണ്, ഇരവിമംഗലത്തെ അടുത്തുള്ളതാണ് ഒല്ലൂക്കര. ഒല്ലൂക്കര എന്നൊരു കുഗ്രാമത്തിലാണ് ജോഗി ജനിച്ചത്. ഭയങ്കര പാട്ടുകാരനാണ്, കുറേ സ്റ്റേജുകളിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ ആദ്യ സിനിമ ടൂ വീലർ എന്ന് പറഞ്ഞൊരു സിനിമയാണ് ആദ്യമായിട്ട് ജോഗി അഭിനയിച്ചത്. അതിനു മുമ്പ് ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇദ്ദേഹം കല്യാണം കഴിച്ചത് വിവാഹമായിരുന്നു. അദ്ദേഹം ജിജി എന്ന് പറഞ്ഞുള്ളൊരു പെൺകുട്ടീനെയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ജിജി ഇതുപോലെ തന്നെ ഒരു ഗാനമേള ട്രൂപ്പിലൊക്കെ പാടുന്ന ആളാണ്. അങ്ങനെ കണ്ട് ഇവർ പരിചയപ്പെട്ടു, ഇവർ പ്രേമിച്ചു, ഇവർ സ്നേഹിച്ചു, ഇവർ മൂകാംബികയിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും ഒന്നായി. അങ്ങനെ ജോഗി ഒരുപാട് വലിയ വലിയ സംവിധായകരുടെ പടത്തിലാണ് അഭിനയിച്ചു പോകുന്നത്. മേജർ രവിയുടെ പടത്തിലൊക്കെ നല്ല റോളാണ് കിട്ടിയത്. അങ്ങനെ വലിയ വലിയ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പക്ക വില്ലനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗംഭീരമായിട്ട് വില്ലത്തരം കാണിക്കുന്നവരധികമാണ്. അപ്പോൾ വളരെ കുറഞ്ഞ കാലയളവിൽ ഇദ്ദേഹം 30-ലധികം സിനിമകളിൽ മൂപ്പര് അഭിനയിച്ചു. അപ്പോൾ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് പൂങ്കുന്നത്ത് ജോഗിയുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത്. നമ്മളൊക്കെ ഞെട്ടിപ്പോയി. എന്തിനാണ് ഈ നടൻ ഇത്രയും സിനിമാ ഫീൽഡിൽ തിളങ്ങി നിൽക്കുമ്പോൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തു? ഇദ്ദേഹം കുറേശ്ശെ മദ്യപിക്കുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു കേട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം വാടകപ്പുരയിലാണ് താമസിക്കുന്നത്. 2 കുട്ടികളുണ്ട്, അപ്പോൾ ഭാര്യയുണ്ട്. ഒരുപാട് കട ഉണ്ടെന്നാണ് ഈ പറയണത്. കട ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട ഉള്ളവരൊക്കെ മരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും ബാക്കിയുണ്ടാവും, എല്ലാവർക്കും കട ഉണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ കുട്ടികളെ വെച്ചിട്ട് അദ്ദേഹം മരിക്കാൻ എളുപ്പമാണ്, എല്ലാവർക്കും മരിക്കാനായിട്ട് ഒന്നും അറിയണ്ട, കുറച്ച് ആത്മധൈര്യം ഉണ്ടായാൽ മതി, എല്ലാവർക്കും മരിക്കാം. ഇങ്ങനെയുള്ള ജീവിത ദുരന്തത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒളിച്ചോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു കണക്കിന് പറഞ്ഞാൽ മദ്യമാണ് മൂപ്പരങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിന് സഹായിച്ചു തോന്നി. മദ്യം എന്ന് പറഞ്ഞ മഹാദുരന്തം ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേരളത്തിലല്ല, ലോകത്ത് ഒരു സ്ഥലത്തും മദ്യം എന്ന് പറഞ്ഞ സാധനം വിൽക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. എത്ര ആത്മഹത്യകൾ, എത്ര കുടുംബങ്ങൾ നശിച്ചു പോകണമെന്നറിയാം. ഈ ജോഗിയുടെ കുടുംബം നശിച്ചു പോകാൻ തന്നെ കാരണം അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിമും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് കടം വന്നു. അപ്പോൾ ആ കടയ്ക്കാണ് മരിക്കാൻ കാരണം എന്നാണ് പറയണത്. മരിക്കാൻ കാരണം എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് എന്തിനാ ഈ ജിജി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ 2 പെൺകുട്ടികൾ. അന്ന് ജോഗി മരിക്കേണ്ട സമയത്ത് വാടകപ്പുരയിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ജോഗിയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഇപ്പോൾ ഈ ജിജിയുണ്ട്, ജിജിയുടെ 2 കുട്ടികളുണ്ട് ജോഗിയുടെ. ഇതിനും കൊണ്ട് ഒരു യുദ്ധം തന്നെയാണ് ജിജി നടത്തിയത്. അതൊരു പെൺകരുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ജോലിക്ക് പോയിട്ടോ പാട്ടുപാടി മാത്രം പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഈ ഭർത്താവിൻ്റെ മരണം കൊണ്ട് പിന്നെ പാടാനായിട്ട് പോകാൻ പറ്റാണ്ടായി. ഇതിനെ ആ ഓർമ്മകളും കാര്യങ്ങളൊക്കെ തളർത്തി കളഞ്ഞു. പിന്നെ ആ സമയത്ത് പിന്നെ കുറേ നാൾ പാടാണ്ടിരുന്നിട്ട് ഇനി ഫീൽഡിലേക്ക് ഇറങ്ങാനും പറ്റില്ല. അങ്ങനെ സീതാറാം ആയുർവേദ ഇതിലൊരു ജോലി കിട്ടണം. ആ ജോലി വെച്ചുകൊണ്ട് തന്നെ ജിജി ഈ കുടുംബത്തെ നോക്കി എന്നുള്ളതാണ്. 2 കുട്ടികളുടെ പഠിപ്പ്, അതുപോലെ തന്നെ അച്ഛനമ്മേനെ, വാർദ്ധക്യമായുള്ള അച്ഛനമ്മേനെ നോക്കണം. ഇതെല്ലാം ഈ പെൺകുട്ടി ചെയ്തു എന്നുള്ള ഒരു യുദ്ധം തന്നെയാണ് ജിജി നടത്തിയത്. അത് കഴിഞ്ഞ് എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ജോലി കൊണ്ട് മാത്രം കുടുംബം നടക്കില്ല എന്നറിയാം. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഈ ഇവിടുത്തെ ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കിടാങ്ങൾക്ക് ട്യൂഷൻ എടുക്കും. അങ്ങനെ ട്യൂഷനും ഇതും പിന്നെ അതുപോലെ തന്നെ ഈ കൗൺസിലിങ് ഇങ്ങനെ കാര്യങ്ങളായിട്ട് അതും ചെയ്തു. ഇങ്ങനെ ഒരു കുറച്ച് കൊല്ലങ്ങൾ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കിടന്ന് കഷ്ടപ്പെട്ട് ഒരു സ്ഥലം മേടിച്ചിട്ട് അവിടെ ചെറിയൊരു തറ പണിത്, അത് കഴിഞ്ഞ് അവിടെ ചെറിയൊരു വീട് വെച്ചു. പക്ഷേ വീട്ടിൽ തേക്കാനും പിടിക്കാനൊന്നും നിന്നില്ല. അപ്പോഴേക്കും എന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് കയറി താമസാക്കി. അങ്ങനെ അവിടെ ജിജി ഈ കുട്ടികളെയും കൊണ്ട് വളർത്തി അച്ഛനമ്മേനെയും നോക്കി സന്തോഷമായിട്ട് ഒരു വലിയൊരു പെൺകരുത്തായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് തൃശ്ശൂർ. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നാലോ എന്തെങ്കിലും കഷ്ടപ്പാട് വന്നാലോ ആത്മഹത്യയല്ല ഇതിനൊന്നും പരിഹാരം. ഈ ജോഗിയുടെ മരണം അയാളൊരു ഒളിച്ചോട്ടം നടത്തിയത്. ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കാൻ അറിയാവുന്ന ഒരു പെൺകുട്ടീന് കൂടെ വന്നത്, അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായില്ല. അതും ഇത്ര കടമുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് ആ സിനിമാ ഫീൽഡിൽ ഉറച്ചു നിന്നെങ്കിൽ ഇപ്പോഴും സിനിമാ ഫീൽഡിൽ നിന്ന് അദ്ദേഹം ഔട്ടാവില്ലായിരുന്നു. അത്രയും കഴിവുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ കാശുണ്ടാക്കിയിട്ട് ഈ കടങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിൽ 2 കുട്ടികളെയും ആ ഭാര്യനും പൊന്നുപോലെ സൂക്ഷിക്കേണ്ട ആളാണ്.
എന്തോ തോന്നി എങ്ങനെയോ ചെയ്തു, ഒരു ആത്മഹത്യയിൽ അഭയം കണ്ടു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് ആ ജോജിയുടെ ഭാര്യയുടെ മുഖം കാണുമ്പോഴും ആ പെൺകുട്ടികളെ കാണുമ്പോഴും ഒരച്ഛനമ്മേനെയും കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വിങ്ങലാണ്. അപ്പോൾ പെൺകരുത്ത് എന്ന് പറയുന്നത് അതാണ്. ജീവിക്കാനുള്ള ചിറക് വയ്ക്കുക എന്ന് പറയും. ജോജിയുടെ കൂടെ ജീവിക്കുമ്പോൾ ആ ചിറക് ഉണ്ടായിരുന്നില്ല. ജോജി പോയപ്പോഴാണ് ആ ചിറക് മുളച്ച് വന്നത്. ആ ചിറക് മുളച്ച് വന്നില്ലെങ്കിൽ ശരിയാവില്ല, ആ കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ആ ജോജിയുടെ കുടുംബം പൊടിച്ച് മുളച്ച് വലുതായി വലിയ ഒരു നിലയിലെത്തിയത്. അതൊരു കഴിവ് തന്നെയാണത്. എന്തും ജോലി ചെയ്യാനായിട്ടുള്ള ഈ മാന്യമായി ജീവിക്കുക എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അതിനിപ്പോൾ ജോയിജിയുടെ ആത്മാവ് അതിനെ കൂട്ടു നിന്നുണ്ടാവും. അതായിരിക്കാം. എന്തായാലും ആ കുടുംബത്തിന് നല്ലവരെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം.